ഓക്കെ, നെക്സ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന് മുമ്പ് എന്താണ് രജിസ്റ്റേഴ്സ് എന്നറിയണം. രജിസ്റ്റേഴ്സ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റാം, റോം, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, സി ഡി ഡ്രൈവ്, ഇങ്ങനെ കുറേ മെമ്മറീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ മെമ്മറീസൊക്കെ എന്ത് മെമ്മറീസാണ്? നമ്മുടെ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. പെർമനൻറ്റ് സ്റ്റോറേജ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ പെർമനൻറ്റ് സ്റ്റോറേജ് ഡിവൈസാണ് മെമ്മറി എന്ന് പറയുന്ന. റാം ആയാലും റോം ആയാലും നമ്മുടെ സെക്കൻഡറി ഡിവൈസസ് ആയാലും എല്ലാം പെർമനൻറ്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ രജിസ്റ്റേഴ്സും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് രജിസ്റ്റേഴ്സ്. ഡിഫറെൻ്റ് എന്താ മെമ്മറിയുമായിട്ട് എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സ്. സാധാരണ ഇനി നിങ്ങൾ അങ്ങോട്ട് വരുന്ന സെമിസ്റ്ററുകളിൽ പഠിക്കുന്നതാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതാണ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഈ ഓരോ ഫങ്ഷൻസും ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഓരോ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോസസ്സേഴ്സിനകത്ത് കുറച്ച് സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രജിസ്റ്റേഴ്സിനകത്താണ് ടെമ്പററി ആയിട്ട് ഡേറ്റ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സിനകത്തും നമ്മൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബിറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ബിറ്റ്സിൻ്റെ ഇൻഫർമേഷനാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടുന്നത് അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് വേണ്ടി വരും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു n ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ n ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ n ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ n ഫ്ലിപ്പ് ഫ്ലോപ്പുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ബിറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ളത്. ഓക്കെ, അതാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേഴ്സിനകത്തുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേഴ്സിനകത്ത് ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. ആ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഈ സ്റ്റോർ ചെയ്ത ബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ രജിസ്റ്ററിനകത്തേക്ക് വേറൊരു രജിസ്റ്ററിലേക്ക് കൊണ്ടുവെക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ലെഫ്റ്റിലേക്ക് മാറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഓർഡർ മാറിയാലും കുഴപ്പമില്ല. ലെഫ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നോ ഷിഫ്റ്റ് ലെഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നോ പറയാം. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്സിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രജിസ്റ്റേഴ്സിനകത്തുള്ള ബിറ്റ്സിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഷിഫ്റ്റ് റൈറ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതായത് എന്താണ് ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ, അതിനകത്ത് 4 ബിറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെയ്തത് A0, A1, A2, A3 4 ബിറ്റ്. അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ A0 ഇരിക്കുന്നതെടുത്ത് A1ലേക്ക് വെക്കുക, A1 A2ലേക്ക് വെക്കുക, A2 A3ലേക്ക് വെക്കുക, A3 വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് വെക്കുക. അപ്പോൾ അങ്ങനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇനി റൈറ്റ് ആണെങ്കിലോ, റൈറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് A3 A2ലേക്ക് വെക്കുക, A2 A1ലേക്ക് വെക്കുക, A1 A0ലേക്ക് വെക്കുക, A0 വേറൊരു പ്ലേസിലേക്ക് വെക്കുക. അപ്പോൾ റൈറ്റിലേക്ക് ഓരോ ബിറ്റും റൈറ്റിലേക്ക് വരികയാണെങ്കിൽ അതിനെ റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നും, ഓരോ ബിറ്റും ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ അതിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നും പറയും. ഓക്കെ, നമ്മൾ സാധാരണ ഒരു 4 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് A3, A2,
A1 A0 ഇത് നമ്മൾ അഡീഷനൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ 1011 ആണ് ഇതിനകത്തിരിക്കുന്ന ഡേറ്റ എന്ന് വിചാരിക്കുക. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 1നെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യും. ദെൻ അടുത്തത് A2-ലിരിക്കുന്നത് A3-യിലേക്ക് വെക്കുക. അപ്പോൾ A3-യിൽ ഇപ്പോൾ വരുന്നത് 0. A2-ലിരിക്കുന്നതിലേക്ക് A1 കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. A1-ലിരിക്കുന്ന 1. A1-ലേക്ക് എന്ത് കൊണ്ടുവെക്കുക? A0-ലിരിക്കുന്ന 1 കൊണ്ട് പ്ലേസ് ചെയ്യുക. A0-യിലേക്ക് നമ്മൾ ചിലപ്പോൾ 0 ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ആഡ് ചെയ്തു. അപ്പോൾ 1011നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0110. ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് മെയിനായിട്ട് 4 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഇന്നും ഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് കൊടുക്കുന്നത് ഇൻ, അതിൽ നിന്ന് എടുക്കുന്നത് ഔട്ട്. അപ്പോൾ ഡേറ്റാസ് സീരിയലായിട്ട് കൊടുക്കുക, ഡേറ്റാസ് സീരിയലായിട്ട് തന്നെ റിസീവ് ചെയ്യുക, അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. ഡേറ്റാസ് സീരിയലായിട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് പാരലലായിട്ട് എടുക്കുക, അതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് ഇൻപുട്ട്സ് കൊടുക്കുക, സീരിയലായിട്ട് ഔട്ട്പുട്ട് എടുക്കുക. നാലാമത്തത് പാരലൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്സ് പാരലായിട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് പാരലലായിട്ട് ഗെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അതെങ്ങനെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഇൻപുട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് സീരിയൽ മോഡലിൽ, അതായത് കണ്ടിന്യൂസ് മോഡലിൽ പോകുന്നതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. അപ്പോൾ നമ്മൾ താഴത്തെ ആ സർക്യൂട്ട് ഡയഗ്രാം ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സാണ് ചെയ്തേക്കുന്നത്. ഡിയിലേക്ക് നമ്മൾ സീരിയൽ ഇൻപുട്ട് കൊടുത്തു. ക്ലോക്ക് നമ്മൾ സിങ്ക്രണസ് ആണ് യൂസ് ചെയ്യുന്നത്, എല്ലാത്തിനും സെയിം ക്ലോക്ക് അപ്ലൈ ചെയ്തു. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 4. അപ്പോൾ നമ്മൾ 4 ഡേറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം 1 എന്ന് പറയുന്ന ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതിനെ കറസ്പോണ്ടിങ് അങ്ങോട്ടേക്ക് കൊടുക്കും, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ടിലേക്ക്. ക്യൂവിൽ നിന്ന് ഡയറക്റ്റായിട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡി ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് ക്യൂ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ദെൻ ക്യൂ ഔട്ട്പുട്ട് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് 3യുടെ ഡി ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതനുസരിച്ച് ആദ്യത്തെ സീരിയൽ ഇൻപുട്ടിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതെന്ത് ചെയ്യും? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ലാസ്റ്റ് നമ്മൾ സീരിയൽ ഔട്ട് എന്ന് പറയുന്ന 4th ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യും. അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ഇൻ പാരലൽ ഔട്ട്. സീരിയലായിട്ട് കൊടുത്തു, പാരലലായിട്ട് ഗെറ്റ് ചെയ്യും. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ ക്യൂ വഴിയാണ് ഔട്ട്പുട്ട് നമ്മൾ ക്യൂ വഴിയാണ് എടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത് ഡി വഴിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഇൻപുട്ടുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്തു, എന്നിട്ട് ഔട്ട്പുട്ടുകൾ എടുക്കുന്നത് ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട്. ഓക്കെ, 4 ബിറ്റ് ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട് കണക്ട് ചെയ്യും. ഈ ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഏതിലേക്കും കണക്ട് ചെയ്യുന്നത്? തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സീരിയലായിട്ട് ഇൻപുട്ടും കൊടുത്തു, പാരലലായിട്ട് ഔട്ട്പുട്ടും എടുത്തു. ഇതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരലൽ ഇൻ സീരിയൽ ഔട്ടാണ്. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. അപ്പോൾ പാരലൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലായിട്ട് കൊടുക്കുക, പാരലലായിട്ട് മേടിക്കുക. അതായത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇപ്പോൾ D0 ആണെങ്കിൽ D0യിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നു. അടുത്ത ഇൻപുട്ട് നമ്മൾ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നു. അടുത്തത് കൊടുക്കുന്നു, അടുത്ത ഔട്ട്പുട്ട്. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സും തമ്മിൽ എന്തില്ല? കണക്ഷൻസ് ഇല്ല. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഒരിക്കലും അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കണക്ഷനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിനെ ബാധിക്കാതെ വരുന്നതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഓക്കെ, ഒരിക്കലും നമുക്ക് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അല്ല രണ്ടാമത്തേൽ കണക്ട് ചെയ്യുന്നത്.
ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ബൈനറി ഇൻഫർമേഷൻസ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും ഇൻഡയറക്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് ഡയറക്റ്റായിട്ട് മേടിക്കുന്നു. ഒന്ന് വഴിയും കണക്റ്റഡായിട്ട് നമ്മൾ ഔട്ട്പുട്ട്സും ഇൻപുട്ട്സും മേടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഓക്കെ, അതല്ലാതെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ പാരലൽ ഇൻ സീരിയൽ ഔട്ട്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനകത്ത് നമ്മൾ പാരലൽ ഇന്ന് സീരിയൽ ഔട്ടാണ്. നമ്മൾ പാരലലായിട്ട് ഡേറ്റ കൊടുക്കുന്നു, സീരിയലായിട്ട് ഡേറ്റ ഗെറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ D0, D1, D2, D3 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ B0, B1, B2, B3യിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തമ്മിൽ കണക്ഷൻ ഇല്ല. അതേസമയം ഔട്ട്പുട്ട് എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്, സീരിയൽ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സീരിയൽ ഔട്ട്പുട്ട് ആണെങ്കിൽ തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ Q0യും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഔട്ട്പുട്ട്സുകളും ആദ്യത്തെ ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും രണ്ടാമത്തത്, അതുമായി ബന്ധപ്പെട്ടിരിക്കും മൂന്നാമത്തത്, അതുമായി ബന്ധപ്പെട്ടിരിക്കും നാലാമത്തത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട്സുകൾ തമ്മിൽ കണക്ഷൻസ് വരും. ഇൻപുട്ട് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, ഔട്ട്പുട്ട് തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ടിൽ നിന്ന് എന്തൊക്കെ കണക്ഷൻസ് വന്നാലാണ് സെക്കൻഡ് ഔട്ട്പുട്ടിനെ അത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത്, എങ്ങനെയാണത് തേർഡ് ഔട്ട്പുട്ടിനെ ബാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോഴാണ് നമുക്കവിടെ ആൻഡ് ഗേറ്റ്സും ഓർ ഗേറ്റ്സും വരുന്നത്. ഇൻപുട്ട്സ് എല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഔട്ട്പുട്ട് സീരിയലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സീരിയൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിൻ്റെ ക്യൂ എടുത്ത് D0യിലേക്ക് ഡയറക്റ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഒരു ആൻഡ് ഓർ ഗേറ്റ് സർക്യൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്പുട്ടിനെ കണക്ട് ചെയ്യുന്നുമില്ല, എന്നാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് മറ്റൊരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് 4 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സാണുള്ളത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ആദ്യം എന്താണ് രജിസ്റ്റേഴ്സ്, പിന്നെ എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, എന്തൊക്കെ ഷിഫ്റ്റ് രജിസ്റ്ററിങ് ഓപ്പറേഷൻസ് ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേക്ക് ഇൻപുട്ട് കൊടുക്കുക, അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക. ആ ഇൻപുട്ടിന് പകരം ഇന്നെന്നും ഔട്ട്പുട്ടിന് പകരമാണ് ഔട്ടെന്നും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സീരിയൽ പാരലൽ വെച്ചിട്ടാണെങ്കിൽ എന്തെന്നാണ് പറയുന്നത്, സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഓക്കെ, പാരലൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമായിട്ട് കണക്റ്റ് ഇല്ല, ഡയറക്റ്റായിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നതാണ് പാരലൽ. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് വേറൊന്നുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നതാണ് സീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് കണക്ഷൻസാണ് തമ്മിൽ ലിങ്ക് ചെയ്ത് വരുന്നത്. ഇൻപുട്ടിലാണ് സീരിയൽ ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇൻപുട്സുകളെല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് 4 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്.